പാമ്പുകടിയേറ്റാൽ ആന്റിവെനം ലഭ്യമായ ആശുപത്രി ഏതെന്നറിയാതെ ഇനി പരിഭ്രമിച്ച് സമയം കളയേണ്ടതില്ല. ആന്റിവെനം ലഭ്യമായ ആശുപത്രിയിലേക്ക് രോഗിയെ സുരക്ഷിതമായി എത്തിക്കാൻ കനിവ് 108 ആംബുലൻസ് സേവനം സജ്ജമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കൃത്യസമയത്ത് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി വിലപ്പെട്ട ജീവനുകൾ സംരക്ഷിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ തടയുന്നതിനായി ആരോഗ്യവകുപ്പ് കർശന ജാഗ്രതയിലാണ്. പാമ്പുകടിയേറ്റാൽ ആന്റിവെനം ലഭ്യമല്ലാത്ത ആശുപത്രികളിൽ പോയി സമയം കളയുന്നത് പലപ്പോഴും രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയാകാറുണ്ട്. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് കനിവ് 108 ആംബുലൻസുകളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തെ താലൂക്ക് തലം മുതലുള്ള 146 ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാണ്. 108 വിളിക്കുമ്പോൾ ആംബുലൻസ് സംഘം മരുന്ന് സ്റ്റോക്കുള്ള തൊട്ടടുത്ത ആശുപത്രി ഉറപ്പുവരുത്തുകയും രോഗിയെ അവിടേക്ക് എത്തിക്കുകയും ചെയ്യും. ഒപ്പം പാമ്പുകടിയേറ്റ രോഗിയെത്തുന്ന വിവരം ആംബുലൻസിൽ നിന്ന് തന്നെ ആശുപത്രി അധികൃതരെ മുൻകൂട്ടി അറിയിക്കാനും സാധിക്കും. യാത്രക്കിടയിൽ ആംബുലൻസിലെ പരിചയസമ്പന്നരായ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാർ നൽകുന്ന പ്രഥമ ശുശ്രൂഷയും നിരീക്ഷണവും രോഗിയുടെ നില മെച്ചപ്പെടുത്താൻ സഹായിക്കും. പാമ്പുകടിയേറ്റാൽ രോഗിയെ ശാന്തനാക്കി നിർത്തേണ്ടത് പ്രധാനമാണ്. മുറിവ് അമിതമായി മുറുക്കിക്കെട്ടുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല യോഗങ്ങളിൽ ചികിത്സാ പ്രോട്ടോകോൾ കർശനമായി പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലാബ് പരിശോധനകളുടെയും രോഗലക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ആന്റിവെനം നൽകുക. ആംബുലൻസ് വരുന്നതുവരെ 108 സംഘം ഫോണിലൂടെ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രി അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.